നമസ്കാരം. വരുന്ന ആഴ്ച ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും ഇൻഡെക്സ് വീക്ക്ലി ബേസിസിൽ 2% ഉയർന്ന് 21,792 ക്ലോസിംഗ് നൽകി. 21,850, 21,950 തുടങ്ങിയ സോണുകൾ മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഈ റേഞ്ചിൽ നിന്നുള്ള റെസിസ്റ്റൻസ് നമ്മൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. 21,500 മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നത് കൊണ്ട് 21,500നും 22,000നും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിനായിരിക്കണം നമ്മൾ മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. അതേസമയം 21,500 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ സ്റ്റോക്ക് 21,300 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്യും. സ്വിംഗ് ട്രേഡിന് വേണ്ടി പല സ്റ്റോക്കുകളിലും പൊസിഷൻ എടുക്കുന്നവർ ഉറപ്പായിട്ടും നിഫ്റ്റിയിൽ ഫോം ചെയ്ത ഈ റെഡ് ക്യാൻഡിലിന് താഴെ മാർക്കറ്റ് ക്ലോസിംഗ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി സ്വിംഗ് ട്രേഡിന് വേണ്ടി പരിഗണിക്കേണ്ട ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഗ്ലോബസ് സ്പിരിറ്റ് ലിമിറ്റഡ്. ബിവറേജസ് ആൻഡ് ആൽക്കഹോൾ സെഗ്മെൻറ്റിലെ സ്റ്റോക്കാണ് ഗ്ലോബസ് സ്പിരിറ്റ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.23% ഉയർന്ന് 873 ക്ലോസിംഗ് നൽകി. 2,500 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 22, ഡിവിഡൻഡ് yield 0.69%. 52 വീക്ക് ഹൈ 1,327, 52 വീക്ക് ലോ 739. ഗ്ലോബസ് സ്പിരിറ്റ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 2 വർഷമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. 750 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ട്രയാങ്കുലർ രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കും. 875, 900 എന്ന റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഗ്രാജുവലി 1000, 1250 തുടങ്ങിയ ടാർഗറ്റുകൾ പൊസിഷണലി എയിം ചെയ്യാവുന്നതാണ്. 770 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഫാർമ സെക്ടറിലെ മാൻകൈൻഡ് ഫാർമ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.76% ഇടിഞ്ഞ് 1984 ക്ലോസിംഗ് നൽകി. 2,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 1,242, 80,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് സ്റ്റോക്ക് 3% റിട്ടേൺ നൽകി. ഒരു മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇയർ ടിൽ ഡേറ്റിൽ 40% റിട്ടേൺ ആണ് നൽകിയത്. റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയ കമ്പനിയാണ്. കമ്പനിക്ക് 1,750 എന്ന റേഞ്ചിൽ സ്ട്രോങ് സപ്പോർട്ടും 2,050 റെസിസ്റ്റൻസുമുണ്ട്. ഈ റേഞ്ചിൽ നിന്നുള്ള ഒരു ബ്രേക്കൗട്ടിനാണ് സ്റ്റോക്ക് ശ്രമിക്കുന്നത്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ രീതിയിലുള്ള അല്ലെങ്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് പാറ്റേണും കാണാൻ സാധിക്കും. 2,050 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. ഇവിടെ 1,875 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 2,250, 2,500 തുടങ്ങിയ ടാർഗറ്റുകൾ പൊസിഷണലി എയിം ചെയ്യാം. ബ്രേക്കൗട്ട് കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നും ബ്രേക്കൗട്ടിന് ശ്രമിക്കുന്ന മൂന്നാമത്തെ സ്റ്റോക്കാണ് ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസ്. കഴിഞ്ഞ 3 മാസത്തെ ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്കിന് 520 എന്ന റേഞ്ചിൽ സ്ട്രോങ് സപ്പോർട്ടും 600 എന്ന റേഞ്ചിൽ പ്രധാന റെസിസ്റ്റൻസും കാണാൻ സാധിക്കും. റീസെൻ്റ്ലി സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് 520 നിന്നും 550 ഷിഫ്റ്റ് ആവുകയും ചെയ്തു. അതുകൊണ്ട് ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 600 എന്ന റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയും ചെയ്താൽ 100 പോയിൻറ്റിൻ്റെ അപ്സൈഡിന് വേണ്ടി നമ്മൾക്ക് സ്റ്റോക്കിനെ സമീപിക്കാവുന്നതാണ്. ഇവിടെ 550, 520 തുടങ്ങിയ റേഞ്ചുകളാണ് സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്